കരൂർ ദുരന്തത്തിൽ ടി.വി.കെ അധ്യക്ഷനും നടനുമായ വിജയിയെ CBI പൂട്ടുമോ? BJPയുടെ നീക്കങ്ങളിലേക്കാണ് തമിഴക രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. വിജയിയെ പ്രതി ചേർക്കാൻ CBI ഒരുങ്ങുന്നുവെന്നാണ് വിവരം. ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് നടന്ന രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് താരത്തെ പ്രതിയാക്കാനുള്ള ആലോചന. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തേക്കുമെന്നാണ് സൂചന. കരൂർ ദുരന്തത്തിൽ CBI അടുത്ത മാസം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചേക്കും. ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് രണ്ടാം ദിനവും ചോദ്യം ചെയ്യൽ 6 മണിക്കൂറോളം നീണ്ടു. വിജയുടെ പല മറുപടികളിലും CBI ഉദ്യോഗസ്ഥർ തൃപ്തരല്ലെന്നാണ് വിവരം. പ്രത്യേകിച്ച് കരൂരിലെ സമ്മേളന സ്ഥലത്തേക്ക് എത്താൻ 7 മണിക്കൂറോളം വൈകിയതിന് നൽകിയ വിശദീകരണം. വിമാനത്താവളത്തും പരിസരത്തും തന്നെ കാണാനെത്തിയ ആരാധകരുടെ തിരക്ക് കാരണം കടുത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു എന്നതാണ് താരത്തിന്റെ വാദം. എന്നാൽ പാർട്ടിയുടെ മുൻ സമ്മേളനങ്ങളിലും സമാനമായ തിരക്ക് അനുഭവപ്പെട്ടിട്ടും വേണ്ട മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാത്തത് ഗുരുതരമായ വീഴ്ച എന്നാണ് CBIയുടെ വിലയിരുത്തൽ. വിജയ്ക്ക് പുറമെ കരൂർ ദുരന്തം നടന്ന ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 9 പോലീസ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തു. ഇവരും വിജയ്ക്കെതിരെ രൂക്ഷ ആരോപണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വിജയുടെ പ്രചാരണ വാഹനം ആൾക്കൂട്ടത്തിനിടയിലേക്ക് കടന്നു വന്നതും ടി.വി.കെ പ്രവർത്തകർ പോലീസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തതും പ്രശ്നം ഗുരുതരമാക്കി എന്നാണ് പോലീസിന്റെ പക്ഷം. കഴിഞ്ഞയാഴ്ച ക്രമസമാധാന ചുമതലയുള്ള ADGPയും CBIയുടെ ചോദ്യം ചെയ്യലിൽ താരത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. ഇന്ന് ഈ കാര്യങ്ങളെല്ലാം വിജയിയോട് ചോദിച്ചിരുന്നുവെങ്കിലും പൊതുവേദികളിൽ ഉന്നയിക്കുന്ന സ്ഥിരം രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് സമാനമായ വിശദീകരണം മാത്രമാണ് താരം നൽകിയത്. നിലവിൽ സാക്ഷി എന്നുള്ള നിലയിലാണ് വിജയിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഫെബ്രുവരി പകുതിയോടെ CBI കേസിൽ കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് വിവരം. നിലവിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിജയിയെ പ്രതി ചേർക്കാനാണ് സാധ്യത. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയാകും കേസെടുക്കുക. മുൻപ് കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം വേണമെന്ന ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ടി.വി.കെയാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ CBIയുടെ ചോദ്യം ചെയ്യൽ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.